ഉറങ്ങിയാടാ? ആ എടാ, എനിക്ക് പണ്ടത്തെ കാര്യം ആലോചിക്കുമ്പോൾ പേടിയാവൂടാ. അതെന്ത് പറ്റിയടാ? പണ്ട് ഞാൻ രാത്രി കിണറിൻ്റെ അരികിൽ നിന്നാണ് കുളിക്കുന്നത്. കിണറെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഴമുള്ള കിണർ. അങ്ങനെ ഞാൻ കുളിക്കാൻ വേണ്ടി വെള്ളമൊക്കെ എടുത്ത് റെഡിയാക്കിയിരുന്നപ്പോൾ പറമ്പിലൂടെ ആരോ നടക്കുന്ന പോലത്തെ ഒരു ഒച്ച. ഞാൻ അങ്ങോട്ടേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു വെള്ള രൂപം, നല്ല വെളുത്ത ശരീരം, കറുത്ത നീളമുള്ള മുടികൾ. പെട്ടെന്ന് ആ രൂപം എന്നെ നോക്കി. ഞാൻ അവിടെ കിടന്ന് ഉറക്കെ നിലവിളിച്ചു. ആ രൂപം എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ ബോധം പോയി. ഞാൻ ആ രൂപത്തിൻ്റെ കൈകളിലേക്ക് വീണു. ഞാൻ അതിൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ അതിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതെൻ്റെ ചേച്ചിയായിരുന്നു. ചേച്ചി എന്നെ ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞു. വീടിനുള്ളിൽ കയറിയപ്പോൾ ഞാൻ കാണുന്നത് പുറത്ത് നിന്ന് അതേ ചേച്ചി വീട്ടിനുള്ളിൽ നിന്ന് TV കാണുന്നതാണ്. അപ്പോൾ പുറത്ത് നിൽക്കുന്നത് ആരാണെന്നറിയാൻ ഞാൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഞാൻ നിലത്ത് കിടക്കുകയാണ്, മരിച്ചു കിടക്കുന്നു. എന്താടാ? എടാ, നീ ഇപ്പം ഇങ്ങോട്ട് വന്നായിരുന്നാടാ? ഞാൻ ഇങ്ങോട്ട് വന്നൊന്നുമില്ല. അല്ലടാ, ആരാ എൻ്റെ അടുത്ത് വന്നിരുന്ന കഥ പറഞ്ഞടാ? അങ്ങനെ എനിക്ക് തോന്നിയളിയ. നിന്റെ ഈ തോന്നൽ കാരണമാണ് ഇവിടെ ഉണ്ടായിരുന്ന 2 എണ്ണം വീട്ടിൽ പോയത്. അത് മനുഷ്യൻ പേടിച്ചാണ് കുളിക്കണത് തന്നെ. അതിന് എനിക്ക് പേടിക്കണത്? എടാ, അത് പിന്നെ കണ്ണടച്ച് കഴിഞ്ഞാൽ കെട്ടിനകത്ത് ഇങ്ങനെ എനിക്ക് തോന്നുള്ളിയാ. അത് എടാ, അത് പിന്നെ ഞാൻ പണ്ട് കിണറ്റിൻ്റെ മൂട്ടിൽ നിന്നാണ് കുളിക്കുന്നത്. അപ്പം ഞാൻ ഒരു ദിവസം കുളിക്കാൻ വേണ്ടി വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ അവിടെ നിന്നപ്പോൾ കാണാം പറമ്പിൻ്റെ അങ്ങറ്റത്ത് നിന്ന് ആരാ പറഞ്ഞ കണക്ക് തോന്നിയളിയേ. നല്ല വെള്ള കളർ ഡ്രസ്സും കറുത്ത് നീളമുള്ള മുടിയും. കണ്ണിലോട്ട് നോക്കിയപ്പോൾ കണ്ണൊക്കെ ഇരുണ്ടിരിക്കണം കണക്ക് തോന്നി. ഞാൻ അങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായളിയ അതൊരുമാതിരി യക്ഷീനെ പോലെ ഇരുന്നു. ഞാൻ അവിടെ കിടന്ന് വിളിച്ചപ്പോൾ ആ രൂപം എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ സ്പീഡിന് വന്ന്. ഞാൻ തളർന്ന് വീണ സമയത്ത് അതിൻ്റെ കവിളിൽ ഇങ്ങനെ താങ്ങി പിടിച്ച്. ഞാൻ അതിൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ അതിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നു. എന്നിട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതെൻ്റെ ചേച്ചിയായിരുന്നു. അങ്ങനെ ചേച്ചി പറഞ്ഞ് എൻ്റെ അടുത്ത് വീട്ടിൽ കയറി പോയി. അങ്ങനെ പേടിച്ച് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അകത്തോട്ട് കയറി ചെന്നപ്പോൾ കാണാം. ചെന്നപ്പോൾ ചേച്ചി അവിടെ എൻ്റെ TV ആണല്ലേ. വെളിയിൽ നിൽക്കണ ആരാണെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയപ്പോൾ ഞാൻ അവിടെ തത്തു വിളിയാ. കഷ്ടം. പറഞ്ഞാൽ